എന്താ മഹേശ്വരിയമ്മേ ഒരു മാനേഴ്സ് ഇല്ലാതെ പെരുമാറുന്നത്? നിങ്ങൾ ഞങ്ങളോടൊപ്പം വന്നിരുന്ന ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആരാ വിളമ്പി തരുന്നത്? എല്ലാ കൂട്ടങ്ങളും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ, അതുകൊണ്ടാ. മിസ്റ്റർ പ്രദീപ്, നിന്റെ മമ്മിയെ കുറച്ച് നീറ്റായിട്ട് പെരുമാറാൻ പഠിപ്പിക്കണം. കാനഡയിലൊക്കെ കാനഡ വെടിപ്പും വൃത്തിയൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. കുറച്ചു ദിവസം കുളിക്കാത്ത മദാമ്മമാരുടെ കൂടെ കഴിഞ്ഞെന്ന് വെച്ച് ഈ വേഷക്കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട, പറഞ്ഞേക്കാം. ചേട്ടാ, കാണുന്നത് പോലെ തന്നെയാണല്ലോ അവളെ സ്വഭാവവും. എന്നെ അവളെ എന്നൊക്കെ കയറി വിളിച്ചാലുണ്ടല്ലോ, പ്രായത്തിൽ കൂടുതലാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. വന്ന് കയറിയപ്പോ തുടങ്ങിയതാണല്ലോ പെമ്പറന്നവര്. എന്തോന്നായത്? അമ്മയ്ക്കൊന്ന് വായടക്കിരുന്നൂടെ? അതേടാ, എല്ലാവർക്കും കൂടി എന്റെ വായടപ്പിക്കാനാണല്ലോ ധൃതി. നിങ്ങളെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തില്ലല്ലോ. ഇതുവരെ എന്റെ മുത്തശ്ശിയോട് ആരും തറുതല പറഞ്ഞിട്ടില്ല. മഹേശ്വരിയമ്മ, യു ഗോ ഇൻസൈഡ്. എടാ, നിന്റെ മുമ്പ് വെച്ച് തന്നെ വേണോടാ എന്നെ ഇതൊക്കെ പറയിപ്പിക്കാൻ. മഹേശ്വരമ്മേ, എനിക്ക് കുളിക്കാൻ കുറച്ച് ഹോട്ട് വാട്ടർ വേണം. ഓ, ഇംഗ്ലീഷ് ഒന്നും അറിയില്ലായിരിക്കും അല്ലേ? എനിക്ക് കുളിക്കാനേ കുറച്ച് ചൂടുവെള്ളം വേണം. ഏതല്ലേ, ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയൊന്നുമല്ല പറയുന്ന ജോലിയൊക്കെ ചെയ്യാൻ. ചൂടുവെള്ളം പനിനീരും ഒക്കെ വേണമെങ്കിലേ ആ വനജയോട് പോയി പറ. അവൾ അവിടെ വീസിയർ കണ്ടോണ്ടിരിക്കുക. ഇപ്പൊ അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് മാനേഴ്സ് അല്ല. പിന്നെ നാളെ മോർണിംഗ് 5:30 ഞാൻ നാട്ടിലേക്ക് പോകും. പിന്നെ ചിലപ്പോ തമ്മിൽ കണ്ടൂന്ന് വരില്ല. ഇത് അവസാനത്തെ പോക്കായിരിക്കും. എന്താ പറഞ്ഞത്? അതേ, വെള്ളം ചൂടാക്കി തരാമെന്ന് പറയുമായിരുന്നു. ഇതിരിക്കട്ടെ. എന്നെ സർവീസ് ചെയ്യുന്നവർക്ക് ഞാൻ എപ്പോഴും സംതിങ് കൊടുക്കാറുണ്ട്. എടുത്തോണ്ട് പോ. എടി, എന്റെ തനി സ്വഭാവം നിനക്കറിയില്ല. ഞാൻ നിന്നെക്കാൾ വളരെ വളരെ മോശാടി. ഞാൻ കാനഡയിൽ പോയി കുറച്ച് സ്റ്റാൻഡേർഡായി പോയത് കൊണ്ടാ നിന്റെ മുമ്പിൽ നീറ്റായത്. എടി, നീ എന്റെ തലേ കയറിയിരിക്കാൻ വന്നാലുണ്ടല്ല, അടിച്ചു തന്നെ ഷേപ്പ് ഞാൻ മാറ്റിടി പുല്ലേ. ആഹാ, എടാ പ്രദീപേ, ഞാനെന്താ ഇവിടുത്തെ വേലക്കാരിയാണോ? എന്നാര് പറഞ്ഞു? അങ്ങനെയാണല്ലോ നിന്റെ പെമ്പർനോത്തിയുടെ അവിടെ വീട്ടുകാരുടെയും പെരുമാറ്റം. വേലക്കാരിയെ പറഞ്ഞു വിട്ടിട്ട് എന്നെ കൊണ്ട് പണിയെല്ലാം ചെയ്യിപ്പിക്കുക അല്ലേ? ഇങ്ങോട്ട് ആരും ക്ഷണിച്ചില്ലല്ലോ. വല്ലതും കഴിക്കണമെങ്കിലേ മേലനങ്ങി പണിയെടുക്കണം. നാട്ടുകാരുടെ പരിദോഷണം പറഞ്ഞ് ചുമ്മാ ഇരുന്ന് ശീലിച്ചു അല്ലേ? വെറുതെ അല്ലടി നീ പ്രസവിക്കാതെ മച്ചിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. തള്ളേ, വേണ്ടാങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ ഞാൻ എന്റെ തനിയിറം കാണിക്കും. അത് നിന്റെ തന്ത എടുത്ത് കാണിച്ചാൽ മതി. എന്താ ഇത്? അമ്മ ഇവിടെ കുടുംബാലം ഉണ്ടാക്കാൻ വേണ്ടി വന്നാണോ? ഒരു കാര്യം പറഞ്ഞേക്കാം, വഴക്കും ബഹളം ഒന്നും ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി നിൽക്കാമെങ്കിൽ മാത്രം നിന്നാ മതി കേട്ടോ. നീ തന്നെ ഇതെന്നോട് പറയണവിടാ, നന്ദി കേട്ടവനെ. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാഞ്ഞിട്ടല്ലടാ ഞാൻ നിന്റെ അടുത്ത് വന്നത്. എനിക്ക് വേറെ മക്കളുണ്ട്. പെണ്ണും പിള്ളയുടെ വാക്ക് കേട്ട് ജീവിക്കുന്ന പെങ്കോന്തൻ. ഞാൻ എന്നും പറയും അമ്മയെ കണ്ടില്ലല്ലോ എന്ന്. ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയില്ല അമ്മയ്ക്ക്. മോളെ അമ്മയായിട്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കെ, അമ്മ പോയി കാപ്പി എടുത്തോണ്ട് വരാം. വാമ്മേ. എന്താ അമ്മ ശാന്തട്ടം വരാഞ്ഞത്? വിദ്യയുടെ കാര്യം പറഞ്ഞ് ഞാനും അവനും തമ്മിലൊന്ന് തെറ്റി. കുറെ നാളായിട്ട് ഞാൻ പ്രദീപിന്റെ വീട്ടിലായിരുന്നു. അവിടെ ഒത്തുപോകാൻ വലിയ പാടാ. അവൻ ആളാകെ മാറിപ്പോയി. ആ വനജ പറയുന്നതിനപ്പുറം ഒരു ചെറുവിരൽ പോലും അവൻ അനക്കില്ല. കുറെ അധികം ഞാൻ ക്ഷമിച്ചു. അവിടെ ഭരണം കൂടിക്കൂടി വന്നപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നു. അമ്മ എന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാണെന്നാ ഞാൻ വിചാരിച്ചത്. ഇവിടെയുള്ളവര് മനുഷ്യത്വമുള്ളവരും ആയതുകൊണ്ട് ഒരു കുത്തുവാക്ക് പോലും പറയുന്നില്ല. പ്രദീപിനെയും വനിതയെയും കുറിച്ച് പറയുമ്പോ അമ്മയുടെ നാക്കിന് തേനിട്ട് വീഴുമായിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റി? അമ്മേ, പ്രസന്നയുടെ സ്ത്രീധന ബാക്കി തരേണ്ട സമയം കഴിഞ്ഞു. അവൾക്കിപ്പോ മാസം 8. എന്നിട്ടും അവളുടെ വീട്ടിൽ നിന്ന് ആരെ ഇതുവരെ ഇങ്ങോട്ട് കണ്ടില്ല.
വിദ്യയെടുത്ത് ഉപേക്ഷിക്കാൻ അളിയനോട് അമ്മ പറഞ്ഞതുപോലെ പ്രസന്നെ ഉപേക്ഷിക്കാൻ എന്റെ അമ്മ എന്നോട് പറയില്ല. പിന്നെ പ്രസന്നയുടെ കാര്യത്തിൽ അമ്മ വിഷമിക്കേണ്ട. ഇവിടുത്തെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിലായിരിക്കും പ്രസന്ന പ്രസവിക്കുക. പണത്തിനേക്കാൾ വലുതായി മനുഷ്യന് വേണ്ടത് മനസാക്ഷിയാ. അല്ല, അമ്മയ്ക്കില്ലാതെ പോയത് അതാ. ആഹാ, ഇതുവരെ എണീറ്റില്ലേ? അമ്മ ഇവിടെ തന്നെ അങ്ങ് നിൽക്കാൻ തീരുമാനിച്ചോ? ഇവിടെയുള്ളവർ അല്പം മനസാക്ഷിയോട് പെരുമാറുന്നെന്ന് കരുതി. നിനക്കിപ്പോ ഭർത്താവും വീട്ടുകാരും മതി, അമ്മ വേണ്ട അല്ലേ? ബന്ധുവീട്ടിൽ വന്ന് അമ്മ താമസിക്കുന്നെന്ന് ആരെങ്കിലും പറഞ്ഞാ അതിന്റെ നാണക്കേട് എനിക്കാ. അതും ശരിയാ. അമ്മയ്ക്ക് ഇതൊന്നും പ്രശ്നമില്ലെന്ന് എനിക്കറിയാം. ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ജീവിക്കേണ്ടത് ഇവിടെയാ. അമ്മയ്ക്ക് ഈ വീട്ടിലും സ്വസ്ഥത നശിപ്പിക്കണമെന്നുണ്ടോ? ഈ പ്രാവശ്യം എന്നെ കളിയാക്കാൻ തനിക്ക് വിഷയങ്ങളൊന്നും കിട്ടുന്നില്ല അല്ലേ? വളരെയധികം പരിമിതികളും ദൗർബല്യങ്ങളും ഉള്ള എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്റെ ചേച്ചിക്ക് മാത്രം. മോനെ, ഇതെന്താ അമ്മേ? സ്ത്രീധന തുകയിൽ ബാക്കി തരാനുള്ള 25,000 രൂപ. ഞങ്ങൾ പണയം വെച്ച വള അവളുടെ കയ്യിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് അച്ഛൻ മരിച്ചതിന്റെ നഷ്ടപരിഹാര തുക കിട്ടി, 97,000 രൂപ. അദ്ദേഹത്തിന്റെ ജീവന്റെ വില. ഈ തുക അമ്മയുടെ തന്നെ ഇരിക്കട്ടെ. ഇനി ആവശ്യങ്ങളുള്ളതല്ലേ? സുഷമ്മയുടെ കല്യാണത്തിന് അത്രയും തുക കുറച്ചുണ്ടാക്കിയാൽ മതിയല്ല. വിദ്യയുടെ അച്ഛൻ മോന് തന്ന വാക്കാ. ജീവിച്ചിരുന്നപ്പോ അദ്ദേഹത്തിന് തരാൻ പറ്റില്ല. മോനിത് വാങ്ങണം. ഈ പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിലാ അച്ഛൻ മരിച്ചത്. ഞാനിത് വാങ്ങിയാൽ വേണ്ടമ്മേ. ഇറങ്ങാം. വരട്ടെ അമ്മേ. ആ പ്രദീപേ, ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. അമ്മ എന്താ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത്? എന്റെ മോന്റെ വീട്ടിൽ വരാൻ ഞാൻ നല്ല നേരം നോക്കണോ? വേറെ മക്കളാരും അമ്മ ഇങ്ങോട്ട് അടുപ്പിച്ചില്ല അല്ലേ? വീട്ടിൽ ചെന്നപ്പോ അവിടെ ശാന്തനില്ല. അവൻ വീടും പൂട്ടിട്ട് പോയി. പിന്നെ പ്രസന്നയുടെ വീട്ടിലായിരുന്നു ഇത്രയും ദിവസം. നിങ്ങൾക്ക് നാണോ ഇല്ലേ തള്ളേ? മക്കൾ അടിച്ചിറക്കിയെന്നും പറഞ്ഞ് ബന്ധു വീട്ടിൽ പോയി നിൽക്കാൻ. ആരെങ്കിലും അതിഥികൾ വന്നാൽ കിടക്കാനുള്ള മുറിയായത്. അവിടെ കൊണ്ട് ഈ വിരിപ്പ് വേണ്ട ഒന്നും വയ്ക്കണ്ട. നിങ്ങൾക്ക് കിടക്കാനുള്ള മുറി ഞാൻ വേറെ കാണിച്ചു തരാം. വാ.
ആഹാ, ഇതുവരെ കഴി തീർന്നില്ലേ? തൂങ്ങിയിരിക്കാതെ വേഗം ആവട്ടെ, എന്നിട്ട് വേണം മുറിയൊക്കെ കഴി വൃത്തിയാക്കാൻ. എനിക്ക് തീരെ വയ്യ മോളെ, മേലാകെ വല്ലാത്ത വേദന. അതെ, വലിച്ചു വാരി തിന്നിട്ടാ. എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞാലും ഓരോ മുട്ടുന്യായങ്ങള്. അങ്ങനെ പറയല്ലേ മോളെ, തീരെ വയ്യാത്തത് കൊണ്ടാ. ഓ, വിദ്യയായിരുന്നെങ്കിൽ എന്നോട് ഇങ്ങനെ ഒന്നും പെരുമാറില്ലായിരുന്നു. ഞാൻ അവളെ എന്തുമാത്രം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്നാ വിദ്യയുടെ അടുത്ത് തന്നെ പൊയ്ക്കോ. ആര് പറഞ്ഞു ഇവിടെ വന്ന് കെട്ടിക്കയറി കിടക്കാൻ? തന്റെ ഈ സിമ്പതിയിലൊന്നും ഒരു കാര്യമില്ല. ചെയ്ത ദുഷ്ടത്തരങ്ങളുടെ ഫലമാ അമ്മ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയരുത് ശാന്തേട്ടാ. അമ്മയുടെ രൂപം കണ്ടപ്പോ പാവം തോന്നി. ഭിക്ഷക്കാരിയെ പോലെ. നമുക്ക് അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാലോ? സ്വൈരതയോടെ നമ്മളിവിടെ കഴിയേണ്ടെന്നാണോ? അനുഭവങ്ങൾ അമ്മയെ മാറ്റിയിട്ടുണ്ടാവുന്ന എന്റെ മനസ്സ് പറയുന്നു. അമ്മേ, അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞങ്ങൾ വന്നത്. മോളെ, ദേ അമ്മൂമ്മ. എങ്ങോട്ടാ? ഓരോരുത്തരുടെ സൗകര്യത്തിന് വിളിക്കുമ്പോ അമ്മയെ വിടണോ വേണ്ട എന്ന് ഞങ്ങളും കൂടെ തീരുമാനിക്കണം. അത് തീരുമാനിക്കേണ്ടത് അമ്മയാ. ഓഹോ, ഇപ്പൊ അമ്മ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഭാര്യയെ കൊണ്ട് പകരം ചോദിപ്പിക്കാനായിരിക്കും അല്ലേ? പോകരുത്. നിന്റെ ഭാര്യയോട് എന്ത് തെറ്റി ചെയ്തിട്ടാടാ എന്റെ അമ്മയെ കൊലത്തിലാക്കിയത്? നാണമില്ലാത്തവർ. ആദ്യം സ്വന്തം ഭാര്യയെ ചൊൽപ്പടിക്ക് നിർത്താൻ നോക്ക്. എന്നെ ഭരിക്കാൻ വരണ്ട. വാ. വാ അമ്മേ, പോകാം. നല്ല സ്റ്റൈൽ, കൊള്ളാം. ഇപ്പൊ അമ്മയെ കണ്ട ഊട്ടിയിലോ കൊടൈക്കനാലിലോ എവിടെ പോയി സുഖവാസം നടത്തിയിട്ട് വരുന്ന പോലെ ഉണ്ട്. ഇനി എന്നാണ് അമ്മായി അമ്മ പോര് തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. പ്രസാദേ, അവൻ പറയട്ടെ മോളെ, ഞാൻ ഇത്രയൊന്നും കേട്ടാ പോരാ. അമ്മ വലത് കാലം വെച്ച് ഐശ്വര്യമായിട്ട് കയറിയാട്ടെ.